ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഓസ്ട്രേലിയയുടെ നാഷണൽ ആനിമലായ കങ്കറൂവിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. ശരിക്കും ഇത് ഓസ്ട്രേലിയയിലെ ആളുകളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് കങ്കറൂവിന്റെ എണ്ണം എന്നാണ് പറയുന്നത് കേട്ടോ. കങ്കറൂസിനെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ചാട്ടമല്ലേ. ഓരോ ആനിമലിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനെ ഓർമ്മ വരുന്ന തന്നെ നമ്മുടെ മനസ്സിൽ ഈ ചാട്ടം കേട്ടോ. അത് തന്നെയാണ് അതിന്റെ ഒരു പ്രത്യേകത ശരിക്കുള്ള. അതെന്ന് വെച്ചാല് ഒറ്റ ചാട്ടത്തിന് അത് 9 മീറ്റർ വരെ, അതായത് 30 അടി വരെ ഡിസ്റ്റൻസ് ചാടുമെന്നാ പറയുന്നത് കേട്ടോ. അതുമല്ല അതിന് ഒരു മണിക്കൂർ ഇങ്ങനെ ചാടി ചാടി 60 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ കങ്ക്രൂസിന് അതിനുള്ള പ്രത്യേകത ഇതിന്റെ കാല് നല്ല പാദങ്ങൾ ഭയങ്കര സ്ട്രോങ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് ചാട്ടത്തിന് സഹായിക്കുന്ന രീതിയിലുള്ള അത്രയും ബലമുള്ള പാദങ്ങളാണ് ഇതിനുള്ളത്. മാത്രമല്ല ഇതിന്റെ വാലിന് നല്ല നീളമുണ്ട്. അപ്പൊ ഈ വാലിന്റെ നീളവും വാലിന് നല്ല ബലമുണ്ട്. അതായത് നല്ല മസിൽസ് ഉള്ള വാലാണ്, ബലമുള്ള. അപ്പൊ ഈ വാലിന്റെ നീളവും ഇതിന്റെ ബാലൻസ് ചെയ്ത് ഈ ചാട്ടം ഇത്രയും ഡിസ്റ്റൻസ് ചാടാൻ ഇതിനെ സഹായിക്കുന്നുണ്ട്. ഈ വാലിനെ ശരിക്കും പറയുന്നത് ഇതിന്റെ ഫിഫ്ത്ത് ലെഗ് എന്നാ പറയുന്നത് കേട്ടോ. 5ാമത്തെ കാലെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. പിന്നെ കങ്ക്രൂസ് എന്ന് പറഞ്ഞാല് ഇത് ശരിക്കും കൂട്ടായിട്ട് ജീവിക്കുന്ന ജീവിയാട്ടോ. പിന്നെ ഇതിന്റെ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാല് ലോകത്ത് 2 രാജ്യങ്ങൾ മാത്രമാണ്. അതായത് ഓസ്ട്രേലിയയും ന്യൂഗിനിയിലും മാത്രം കാണപ്പെടുന്ന ജീവിയാണ് ഈ കങ്ക്രൂ എന്ന് പറഞ്ഞാൽ. ഇത് ഈ ഫോറസ്റ്റുകളിൽ, കാട്ടുകള്, പുൽമേടുകളിലൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇതിനെ കാണും. ശരിക്കും ഓസ്ട്രേലിയയിൽ ധാരാളം കങ്ക്രൂസ് ഉണ്ട് കേട്ടോ. ഇതിന്റെ തന്നെ വ്യത്യസ്ത സ്പീഷീസ് ഉണ്ട് കേട്ടോ. നല്ല വൈൽഡ് സ്പീഷീസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഈ സൂയിലൊക്കെ കൊണ്ടുവന്ന് കുറെ അങ്ങനെ വന്ന് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കുറെ അല്പമെങ്കിലും ഇണങ്ങുന്നുണ്ട്. മാത്രമല്ല വൈൽഡ് സ്പീഷീസ് ആക്രമിക്കും. അത് ഭയങ്കരമായിട്ട് നമ്മളെ അടുത്തൊക്കെ ചെന്ന് കിക്ക് ചെയ്യുന്ന, തൊഴിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ കങ്ക്രൂസ് എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും ജനിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത ഏറ്റവും വലിയ 2ാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പോച്ചുണ്ട് ഇതിന്. വേറൊരു ജീവി പോച്ച് ഇതിന് ശരിക്കും ഫീമെയിലിനാണ് പോച്ചുള്ളത്. അപ്പൊ ഈ ഫീമെയിലായ ഈ കങ്കറു ജനിച്ചു കഴിഞ്ഞ ഉടനെ അതിന് പോച്ചില്ല അതിന്റെ ബോഡിയിൽ. 1 മാസം കഴിയുമ്പോഴതിന് പോച്ച് ഡെവലപ്പ് ചെയ്ത് വരുമെന്ന് പറയണത്. പിന്നെ അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ ഈ കുട്ടി ശരിക്കും ഉണ്ടാകുന്ന വളർച്ചയില്ലാത്ത കുട്ടിയാട്ടോ ഉണ്ടാകുന്നത്. അപ്പൊ ഈ പോച്ചിലിട്ടാണ് ഈ കുട്ടി ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടുള്ള ഡെവലപ്മെന്റ് വരുന്നതെന്നാണ് പറയുന്നത്. മാത്രമല്ല പിന്നെ കങ്ക്രൂസ് ഹെർബിവോർ, സസ്യബുക്കുകളാണ്, ഇലകളൊക്കെയാണ് ഇതുങ്ങളെ ഭക്ഷിക്കുന്നത് കേട്ടോ. ഇപ്പൊ പക്ഷെ ഇതിനെ ഈ ഓസ്ട്രേലിയയുടെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നുണ്ടെങ്കിലും അവർ ഈ മീറ്റിനും പിന്നെ ഇതിന്റെ സ്കിന്നിങ്ങനെ തോലൊക്കെ ഓരോ പർപ്പസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ കങ്ക്രൂസിന് ഒത്തിരി ഭീഷണികളുണ്ട് കേട്ടോ. അവരുടെ നിലനിൽപ്പിന് ഒത്തിരി ഭീഷണികളുണ്ട്. പിന്നെ കങ്ക്രൂസിന് വെച്ചാൽ അവര് ശരിക്കും അവരുടെ കൂട്ടമായിട്ട് അവർ നടക്കുന്ന കൂട്ടത്തിന് മോബ് എന്നും ട്രൂപ്പ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ ഇതിന്റെ കുട്ടിക്ക് ജോയ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് വളരെയധികം എന്ന് വെച്ചാൽ കങ്ക്രൂസ് പുറകോട്ട് ചാടില്ലെന്നാണ് പറയുന്നത്. ഇത് മുമ്പോട്ട് ചാടുള്ളൂ, തിരിഞ്ഞു ചാടില്ലെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് കങ്ക്രൂസിനെ ഒരു പ്രോഗ്രസീവ്, അതായത് ഒരു നമ്മുടെ വളർച്ച മുന്നോട്ട് പോകാന്ന് പറഞ്ഞ ഒരു പ്രോഗ്രസ് ആണല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇതിനെ നാഷണൽ ആനിമലായി. മാത്രമല്ല ഇത് ധാരാളം അവിടെ കാണുന്ന ആനിമലും കൂടി ആയിട്ടാണ് ഓസ്ട്രേലിയയുടെ നാഷണൽ ആനിമലായിട്ട് കങ്ക്രൂസിനെ തെരഞ്ഞെടുത്തതെന്നാട്ടോ പറയുന്നത്.